ഇപ്പം നമ്മൾ എയിംസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 9 വർഷമായി. ഇപ്പം ഇതിപ്പോൾ 9ാമത്തെ വർഷമാണ് നമ്മൾ റൺ ചെയ്യുന്നത്. നമ്മൾ കോതമംഗലത്ത് കുത്തുകുഴിയിലാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റോറ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം നമ്മൾ അതിനകത്ത് ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ 9 വർഷത്തിന് ശേഷമാണ് നമ്മളൊരു സെക്കൻഡ് ഔട്ട്ലെറ്റിനെ കുറിച്ച് ചിന്തിക്കുകയും അങ്ങനെ നമ്മൾ പല ലൊക്കേഷൻസൊക്കെ നോക്കി അവസാനം നമ്മൾ മൂവാറ്റുപുഴ ചൂസ് ചെയ്യുമായിരുന്നു നമ്മുടെ സെക്കൻഡ് ഔട്ട്ലെറ്റിന് വേണ്ടിയിട്ട്. അപ്പം മൂവാറ്റുപുഴയിലെ ഇനാഗ്രേഷൻ എന്ന് പറയുന്നത് ഏപ്രിൽ 30th ആണ് രാവിലെ 10:30-ക്ക്. അപ്പോൾ അത് ഈ ഒരു അവസരത്തിൽ ഞാൻ എല്ലാവരെയും ആ ഒരു ഇനാഗ്രേഷനിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഓരോരുത്തരെയും പേഴ്സണലി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു കുറച്ച് ടൈം പീരീഡിനുള്ളിലാണ് നമ്മൾ പെട്ടെന്നാണ് ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇതൊരു അതിലേക്കുള്ള ഒരു ക്ഷണമായിട്ടും കൂടെ സ്വീകരിക്കണം. എയിംസ് എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് നമ്മുടെ ലേഡീസ് ക്ലോത്തിങ് സ്റ്റോർ ആണല്ലോ. ലേഡീസിൻ്റെ ഐറ്റംസ് ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെയാണ് മൂവാറ്റുപുഴയിൽ നമ്മൾ ലേഡീസ് ഐറ്റംസ് ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ മൂവാറ്റുപുഴയിൽ നമ്മൾ കുറച്ചുകൂടെ വൈഡ് വെറൈറ്റി ഓഫ് ബ്രൈഡൽ കളക്ഷൻസും കാഞ്ചീപുരം കളക്ഷൻസും എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു 15,000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ഷോപ്പാണ് മൂവാറ്റുപുഴ വരുന്നത്. അപ്പം ഒരു വളരെ വലിയൊരു കളക്ഷൻ അവിടെയുണ്ട്, നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ സ്ഥലത്ത് പോയി പർച്ചേസും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ തിരക്കായിരുന്നു നമ്മൾ ഈ ഒരു സമയങ്ങളിലെല്ലാം. അപ്പോൾ നമ്മുടെ സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്തീസൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് ബ്രാൻഡിൻ്റെ കുർത്തീസ്, അങ്ങനെ ലേഡീസിൻ്റെ എല്ലാ ഐറ്റംസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മൂവാറ്റുപുഴയിലെ ഷോപ്പിൽ. അതേപോലെ തന്നെ കോതമംഗലത്തെ ഷോപ്പിൽ നമുക്ക് പുതിയ പുതിയ കളക്ഷൻസ് എപ്പോഴും വരുന്നുണ്ട് കേട്ടോ. മൂവാറ്റുപുഴയിൽ കാഞ്ചീപുരം ബ്രൈഡൽ സാരീസിന് കുറച്ചും കൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെ കുറേയും കൂടെ ബ്രൈഡലിൻ്റെ കളക്ഷൻസ് ഉണ്ടാകും. പിന്നെ നമുക്ക് 15,000 സ്ക്വയർ ഫീറ്റിലാണ് ഒരു മാക്സിമം ഒരു 30 കാർസൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഉണ്ട് അവിടെ. അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങും കടയുടെ ഫ്രണ്ടിലുള്ള പാർക്കിങ്ങും ഒക്കെ ആയിട്ട് നമുക്കൊരു 30 കാർസ് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് 10,000 ആ ഒരു 15,000 സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ അതനുസരിച്ചുള്ള മെറ്റീരിയലിൻ്റെ കളക്ഷനിലും നമ്മളൊരു വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ 9 വർഷം നമ്മൾ എയിംസ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു തുടക്ക സമയം മുതൽ ഈ 9 വർഷക്കാലവും നമ്മുടെ കൂടെ യാത്ര ചെയ്ത ഒത്തിരി പേരുണ്ട്. അതിനകത്ത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ സ്റ്റാഫ്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ ഒത്തിരി പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ്. അപ്പോൾ ഒരു പ്രാവശ്യം പോലും അവരെയൊന്നും, ചില കസ്റ്റമേഴ്സിനെ ഒന്നും നമ്മൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ അവരൊക്കെ ആയിട്ടൊരു ഭയങ്കര ഒരു ഹൃദയബന്ധം സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓൺലൈനിൽ കൂടെ പർച്ചേസ് ചെയ്യുന്ന ഒത്തിരി കസ്റ്റമേഴ്സ്. ഒരിക്കൽ പോലും അവരെയൊന്നും ഞാൻ പലരെയും നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ അവരൊക്കെ ഒരു സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ 2 ദിവസം ഒരു വീഡിയോയിൽ കണ്ടില്ലെങ്കിൽ ഉടനെ അവർ ചോദിക്കും, എന്താ വീഡിയോ ഇടാത്തത്, മാഡം എന്തിയേ, അല്ലെങ്കിൽ ചേച്ചി എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്നേഹത്തിനൊക്കെ ഭയങ്കര ഒത്തിരി നന്ദി ഞാൻ പറയുക ഈ ഒരു അവസരത്തിൽ. അതേപോലെ നമ്മുടെ പുതിയ ഷോപ്പിലും നമുക്ക് ഓൺലൈൻ ഉണ്ടാകും. ഓഫ്ലൈനാണ് നമ്മൾ മെയിനായിട്ട് അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഓൺലൈനും ഉണ്ടാകും മൂവാറ്റുപുഴയിലെ സ്റ്റോറിലും. അപ്പോൾ അതിനകത്തും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ തന്ന ആ ഒരു സ്നേഹവും സപ്പോർട്ടും കരുതലും ഒക്കെ ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാവരും ഏപ്രിൽ 30-ന് രാവിലെ 10:30-ക്കാണ് ഇനാഗ്രേഷൻ. അപ്പോൾ എല്ലാവരും വരണം. മാക്സിമം വന്ന് എല്ലാവരും സഹകരിക്കുക. താങ്ക് യു.